നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസ ലോകത്ത് ദിനംപ്രതി കൊറോണ മൂലം മരിക്കുന്ന മലയാളികളുടെ എണ്ണം ഉയരുകയാണ്. സൗദിയിലും കുവൈറ്റിലും 3 വീതം മലയാളികളും UAE-യിലും ബഹ്റൈനിലും ഓരോരുത്തരുമാണ് ഇന്നലെ മരിച്ചത്. ഇതോടെ ഗൾഫിൽ മരിച്ച മലയാളികളുടെ എണ്ണം 195 ഉയർന്നു. ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്തിരുന്ന പത്തനംതിട്ട എലന്തൂർ സ്വദേശിനി ജൂലി ഷിജുവാണ് സൗദിയിലെ ദമാമിൽ മരിച്ചത്. 41 വയസ്സ് പ്രായമായിരുന്നു. പത്തനംതിട്ട കൊടുമൺ സ്വദേശി 55-കാരനായ ഹരികുമാർ കരുണാകരൻ പിള്ളയും ദമാമിൽ മരിച്ചു. കോവിഡ് ലക്ഷണങ്ങളെ തുടർന്ന് ദിവസങ്ങളായി ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഹായിലാണ് സൗദിയിലെ 3ാമത്തെ മരണം. തിരുവനന്തപുരം വള്ളക്കടവ് സ്വദേശിയായ 53-കാരൻ നസീറാണ് ഇവിടെ മരിച്ചത്. ഇതോടെ സൗദിയിൽ മരിച്ച മലയാളികളുടെ എണ്ണം 54 കുവൈറ്റിലും 3 പേർ കോവിഡ് ബാധിച്ച് മരിക്കുകയുണ്ടായി. കോഴിക്കോട് കുന്നമംഗലം പൂവാട്ടുപറമ്പ് കുറ്റിക്കടവ് സ്വദേശി 39-കാരനായ നാലുകണ്ടത്തിൽ അജ്മൽ സത്താർ, തിരുവനന്തപുരം ആനേർ സ്വദേശി 61-കാരനായ ശ്രീകുമാർ നായർ, കൊല്ലം പരവൂർ സ്വദേശി 42-കാരനായ ഉഷാമുരുകൻ എന്നിവരാണ് മരിച്ചത്. ഇതോടെ കുവൈറ്റിലെ മലയാളി മരണങ്ങൾ 37 ഉയർന്നു. ആലപ്പുഴ മാവേലിക്കര മാക്കാങ്കുഴി ശ്രീകൃഷ്ണ നിലയത്തിൽ ദേവരാജനാണ് അജ്മാനിൽ മരിച്ചത്. 64 വയസ്സായിരുന്നു. ബഹ്റൈനിലും ആദ്യമായി മലയാളി കോവിഡ് ബാധിച്ച് മരിച്ചു. പത്തനംതിട്ട കോഴഞ്ചേരി നെല്ലിക്കാല സ്വദേശി നൈനാൻ സി മാമനാണ് മരിച്ചത്. ന്യൂമോണിയ ബാധിതനായാണ് ഇദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. 46 വയസ്സായിരുന്നു ഇദ്ദേഹത്തിന്. ഗൾഫിൽ കോവിഡ് ബാധിച്ച് മരിക്കുന്ന മലയാളികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇതുവരെ മരണം 195 ഇന്നലെ മാത്രം മരിച്ചത് 8 പേർ. 49 പേരാണ് ഇതിനോടകം തന്നെ മരിച്ചത്. ഇന്നലെ മാത്രം കോവിഡ് ബാധിച്ച് ഗൾഫിൽ 49 മരണമാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ ഗൾഫിലെ കോവിഡ് ബാധിത മരണം 1352 സൗദിയിലാണ് 34 മരണം. കുവൈറ്റിൽ 10, ഖത്തർ, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ 2 വീതവും UAE-യിൽ ഒരാളും ഇന്നലെ കോവിഡിന് കീഴടങ്ങി. 7414 പേർക്കാണ് ഇന്നലെ മാത്രം ഗൾഫിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. സൗദി അറേബ്യയിൽ മരണസംഖ്യയും രോഗികളുടെ എണ്ണവും കുതിക്കുകയാണ്. ഇന്നലെ മാത്രം 34 മരണമാണ് രേഖപ്പെടുത്തിയത്. 3123 പുതിയ കേസുകൾ. ഇതോടെ സൗദിയിൽ മരണസംഖ്യ 676 രോഗികളുടെ എണ്ണം ലക്ഷത്തിലേക്കും അടുക്കുകയാണ്. കുവൈറ്റിൽ 10 മരണം റിപ്പോർട്ട് ചെയ്തതോടെ മൊത്തം മരണസംഖ്യ 254 രോഗികളുടെ എണ്ണത്തിൽ പക്ഷേ കുറവ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വെറും 487 പേർ മാത്രമാണ്. ഖത്തറിൽ 2 മരണം. രോഗികളുടെ എണ്ണത്തിലും വർധനവുണ്ട്. 1700 പുതിയ രോഗികളുടെ എണ്ണം. ഒമാനിലാണ് പുതിയ രോഗികളുടെ എണ്ണം ഗണ്യമായി ഉയർന്നത്, 930. ഇതോടെ കോവിഡ് ബാധിതരുടെ എണ്ണം ഒമാനിൽ 16,000 കടന്നു. നിയന്ത്രണങ്ങളിൽ കാര്യമായ ഇളവ് വരുത്തിയ UAE-യിൽ മരണസംഖ്യയിലും രോഗികളുടെ എണ്ണത്തിലും കുറവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മരണവും 626 പുതിയ കേസുകളും മാത്രമാണ് പിന്നിട്ട 24 മണിക്കൂറിൽ UAE-യുടെ ബാക്കിപത്രമാകുന്നത്. 20 ലക്ഷം ടെസ്റ്റുകൾ പൂർത്തീകരിച്ച UAE എല്ലാവരെയും കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള നീക്കത്തിലാണ്. മലയാളി ഉൾപ്പെടെ 2 മരണം റിപ്പോർട്ട് ചെയ്ത ബഹ്റൈനിൽ 548 പുതിയ കേസുകൾ രേഖപ്പെടുത്തിയത്. രോഗം ഭേദപ്പെട്ടവരുടെ എണ്ണം വീണ്ടും ഉയർന്നതാണ് ഒരു ആശ്വാസ വാർത്ത. 1,68,000 പേർക്കാണ് ഗൾഫിൽ ഇതിനോടകം തന്നെ പൂർണ്ണ രോഗമുക്തി നേടിയത്. അതേസമയം സൗദി അറേബ്യയിൽ 1484 പേരുൾപ്പെടെ ഗൾഫിൽ 2000-ലേറെ പേർ കോവിഡ് ബാധയെ തുടർന്ന് അത്യാസന്ന നിലയിൽ തന്നെ കഴിയുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.